ശ്രീയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനികളുടെ സമൂഹമേ, നിങ്ങൾക്കേവർക്കും പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം 3 നോമ്പ് അഥവാ നിനവേ നോമ്പ് എന്നതാണ്. എന്താണ് നോമ്പ് എന്നത് നാം ആദ്യമായി അറിയണം. ജഡകാര്യങ്ങളെക്കാൾ ആത്മീയ കാര്യങ്ങൾ ആണ് വിലമതിക്കേണ്ടതെന്ന് പഠിപ്പിപ്പാനും ജഡമോഹങ്ങളെ കീഴടക്കി ആത്മാവിനെ പുഷ്ടിയാക്കുവാനും ജഡമോഹങ്ങളെ നിരോധിച്ചുകൊണ്ട് ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനും സാത്താനെ ജയിക്കുവാനും ഉള്ള ഒരു ആയുധമാണ് നോമ്പ്. നോമ്പിൻ്റെ 2 ചിറകുകളാണ് ഉപവാസവും പ്രാർത്ഥനയും. എന്താണ് ഉപവാസം? ദുഷ്ടപ്രവൃത്തികളെ വെടിഞ്ഞ് ദുഷ്ടചിന്തകളിൽ നിന്ന് മനസ്സിനെ തിരിച്ച് ആഹാരം വെടിഞ്ഞ് സ്വയം ദൈവതൃപാദത്തിൽ സമർപ്പിക്കുന്ന പ്രക്രിയയാണ് ഉപവാസം. എന്താണ് പ്രാർത്ഥന? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിച്ച് നിന്റെ ആവശ്യങ്ങളെ അവൻ്റെ തൃപാദത്തിൽ സമർപ്പിക്കുകയും നിനക്ക് ലഭിച്ചിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് ആയി നന്ദി അർപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള ഭാഗത്ത് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു സ്വയം എങ്ങനെയാണ് ഉപവസിക്കേണ്ടത് എന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്ന ഭാഗം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു തൻ്റെ പ്രഭാഷണത്തിൽ നമ്മെ ഉദ്ബോധിപ്പിച്ചത് എങ്ങനെയാണ് നാം ഉപവസിക്കേണ്ടത് എന്ന് ആണ്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷം 7-ാം അധ്യായം 7-ഉം 8-ഉം ഭാഗത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. വിശുദ്ധ മാർക്കോസ് എവൻഗേലിയോസ്ത എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 29-ൽ പറയുന്നുണ്ട്, പ്രാർത്ഥനയാൽ അല്ലാതെ നീ ഈ ജാതി ഒന്നിലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ വളരെ അധികം അനുഗ്രഹങ്ങൾ ദൈവം പ്രദാനം ചെയ്യും, സംശയമില്ല. അതായത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ വളരെ അധികം അനുഗ്രഹങ്ങൾ ദൈവം പ്രദാനം ചെയ്യും. നാം ഇപ്പോഴത്തെ കാലത്ത് പറയുന്നതായ ഒരു കാര്യമുണ്ട്, ഭക്ഷണത്തിൽ ഒരു കാര്യവുമില്ല എന്ന്. നമ്മുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടായാൽ മതി എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ നമ്മെ അതാണോ പഠിപ്പിച്ചത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, സ്വർഗത്തിൽ ഒരു നിക്ഷേപം വേണമെങ്കിൽ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. ആ നിനവേക്കാരുടെ പ്രാർത്ഥന സ്വീകരിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ആരാധനാ വർഷത്തിൻ്റെ 2ാമത്തെ നോമ്പാണിത്. കാനൂനിക നോമ്പുകളിൽ ഒന്നാണിത്, അതായത് 3 നോമ്പ്.
അനുതാപത്തിൻ്റെ നോമ്പ്. യോന ദീർഘദർശി നിനിവെ നഗരത്തിൽ വരാൻ പോകുന്ന പൂർണ്ണനാശത്തെ അറിയിച്ചപ്പോൾ ദൈവകോപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ രാജാവും പ്രജകളും മൃഗങ്ങളും പച്ചവെള്ളം പോലും കുടിക്കാതെ ഇരട്ടിലും വെണ്ണീരിലും ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകോപം ഒഴിവാക്കിയതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വലിയ അനുഭവത്തിൻ്റെ ഓർമ്മയിൽ രൂപം കൊണ്ടതാണ് ഈ നോമ്പ്. നിനിവെ നഗരത്തെക്കുറിച്ച് അല്പം നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 11-12 സൂചന പ്രകാരം നഗരത്തിൽ ആദ്യ സംവിധായകൻ നിമ്രോദ് ആയിരുന്നുവെന്ന് ആ വേദഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സീനാർ ദേശത്തെ അസിരിയയിൽ നിനിവെ സ്ഥിതി ചെയ്യുന്നു. ആധുനിക ഇറാഖിലെ മൂസൽ മൊസൂൾ നഗരമാണ് ഇത്. മാരിയിൽ നിന്ന് ലഭിച്ച ഗവേഷണ തെളിവ് അനുസരിച്ച് നഗരത്തിൻ്റെ പൗരാണിക നാമം നിനവ എന്നായിരുന്നു. അസിറിയയിലെ 4 സുപ്രധാന നഗരങ്ങളിൽ ഒന്നാണ് നിനവ. മറ്റ് നഗരങ്ങൾ അസൂർ, കാലഹ്, അർബല എന്ന് അറിയപ്പെടുന്നു. BC 2400 മുതൽ ഈ നഗരം അറിയപ്പെടുന്നു. ആദ്യം അക്കാദിയിലെ നരമ്പിൻ രാജാവിൻ്റെ ആധിപത്യത്തിലായിരുന്നു ഈ നഗരം. അതിനുശേഷം പല രാജാക്കന്മാർ ഈ നഗരത്തെ ഭരിക്കുകയും അതിൻ്റെ ഉന്നമനവും പതനവും സംഭവിക്കുകയും ചെയ്ത് കൊണ്ടിരുന്നു എന്നുള്ളത് ചരിത്രകാരന്മാർ പറയുന്നു. BC 7-ാം നൂറ്റാണ്ടിൽ അസിറിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായി നിനിവെ അറിയപ്പെട്ടതായും നമുക്ക് ചരിത്രകാരന്മാർ പറഞ്ഞു തരുന്നുണ്ട്. BC 704 മുതൽ 681 വരെ ഈ നഗരം ഭരിച്ച സൻഹേരീബ് രാജാവിനെക്കുറിച്ച് 1 രാജാക്കന്മാർ 19-ലും യെശയ്യാ പ്രവാചകനും 37-ലും പരാമർശിച്ചിട്ടുണ്ട്. നഹൂം പ്രവാചകനും നിനിവെ നഗരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. നിനിവയുടെ മനം തിരിവ് ആയിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. യോന എഴുതിയത് BC 760 ആണ് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ പുസ്തകത്തിൽ 4 അധ്യായങ്ങളും 48 വാക്യങ്ങളുമാണുള്ളത്. യോന പ്രവാചകനെ നിനിവയിലേക്ക് അയക്കുന്നതിന് ദൈവിക താല്പര്യം നിവർത്തിക്കാനായിരുന്നു എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് നോമ്പിൻ്റെ ആദ്യത്തെ ദിവസമായ ഇന്ന് നാം ഓരോരുത്തരും നോമ്പ് ആരംഭിച്ച് ഇന്നും നാളെയും മറ്റന്നാളും നോമ്പിലൂടെ മുമ്പോട്ട് പോയി വ്യാഴാഴ്ച നോമ്പ് വീടുന്ന ആ രീതിയിൽ നമ്മൾ അനുതാപത്തോടും പ്രാർത്ഥനയോടും കൂടി മുമ്പോട്ട് ഈ നോമ്പിനെ നമ്മൾ ആചരിക്കുന്നുവെങ്കിൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നോമ്പ് നോക്കി അതിനെ ശുദ്ധിയോടുകൂടി അതിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.